നാലാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വികസന കുതിപ്പിലാണ് കേരളം. കിഫ്ബി മുഖാന്തരം വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. തദ്ദേശ ഭരണ വകുപ്പിന് കീഴിൽ കിഫ്ബി പദ്ധതികൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഇമ്പാക്ട് കേരള എന്ന ഏജൻസി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനു കീഴിൽ നടപ്പാക്കുന്നതാകട്ടെ വൻകിട പദ്ധതികളും. അതിൽ പ്രധാനമാണ് ശുചിത്വത്തിനുള്ള ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ആധുനികമായിട്ടുള്ള അറവുശാലകൾ, ഗ്യാസ് ശ്മശാനങ്ങൾ, അതിനു പുറമെ മുനിസിപ്പൽ ഓഫീസുകൾ എന്നിവയെല്ലാം കിഫ്ബി ധനസഹായം ഉപയോഗിച്ച് ഇമ്പാക്ട് കേരള നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുദാഹരണമാണ് ചേർത്തലയിൽ കിഫ്ബി ധനസഹായത്തോടെ ഇമ്പാക്ട് കേരള പൂർത്തിയാക്കിയ FSTP. പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ FSTP ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ചേർത്തലയിലേത്. 7.83 കോടി രൂപയ്ക്കാണ് അത് പൂർത്തിയാക്കിയത്. അതിനു പുറമെ മയ്യനാട്, വർക്കല, ഒറ്റപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ 20.92 കോടി രൂപയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ്, ദ്രവമാലിന്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ മുനിസിപ്പൽ ഓഫീസുകളുടെ വികസനവും മുന്നേറുകയാണ്. 37.67 കോടി രൂപ ചെലവിലാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഗംഭീരമായിട്ടുള്ള ഓഫീസ് കിഫ്ബി ധനസഹായത്തോടു കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിക്ക് ആധുനിക മാർക്കറ്റ് നിർമ്മിക്കുന്നത് 28 കോടി രൂപ. താരതമ്യേന പിന്നാക്കം നിന്നിരുന്ന തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ വികസനത്തിൻ്റെ വിസ്മയം തീർക്കാൻ സഹായിച്ചത് കിഫ്ബിയാണ് എന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട്. കിഫ്ബിയിൽ നിന്ന് മാത്രം തൃത്താല മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചത് 423.29 കോടി. കിഫ്ബി അപ്രായോഗികമാണെന്നും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നും ആകാശകുസുമമാണെന്നും എല്ലാം പറഞ്ഞ് കിഫ്ബിയെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലം അവസാനിച്ച് കിഫ്ബിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി വമ്പിച്ച മാറ്റങ്ങളാണ് തൃത്താലയിൽ ഉണ്ടായിട്ടുള്ളത്. കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡ് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടി 128 കോടി രൂപ ചെലവിൽ ആണ് നവീകരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തുക, പ്രാഥമികമായിട്ടുള്ള തുക 10.5 കോടി രൂപ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 4 പതിറ്റാണ്ട് കാലമായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു സുശീലപ്പടി കരിയന്നൂർ മേൽപ്പാലം. കിഫ്ബി വന്നതോടെ അതിനും വഴിതെളിഞ്ഞു. കൂറ്റനാട് ടൗൺ നവീകരണവും പുരോഗമിക്കുന്നു. തൃത്താലയുടെ ഹൃദയഭാഗമാണ് കൂറ്റനാട് ടൗൺ. കൂറ്റനാട് ടൗൺ നവീകരണത്തിനുള്ള 13.29 കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബി വഴിയാണ് നടപ്പാവുന്നത്. സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പുറമെ 6 സ്കൂളുകൾക്ക് 3.90 കോടി രൂപ വീതം തൃത്താല മണ്ഡലത്തിൽ ലഭിക്കുകയുണ്ടായി. അതിൽ 1 പൂർത്തിയായി, 5 ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാവും, അവസാന ഘട്ടത്തിലാണ്. അതേസമയം സ്കൂളുകൾക്ക് ഏറ്റവും മികച്ച കെട്ടിടങ്ങൾ ഉറപ്പാക്കാൻ കിഫ്ബി വഹിക്കുന്ന പങ്കും ചെറുതല്ല. 2020 മേയിൽ 1 കോടി രൂപയുടെ 446 സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിലയെ ഏൽപ്പിക്കുകയുണ്ടായി. പിന്നീട് 2022 മേയിൽ 3 കോടി രൂപ വീതം ചെലവ് വരുന്ന 200 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ കൂടി സർക്കാർ കിലയെ ഏൽപ്പിക്കുകയുണ്ടായി. ഫണ്ടിംഗ് പൂർണ്ണമായും കിഫ്ബിയിൽ നിന്നാണ്. 2025 മാർച്ച് 31 വരെ 1 കോടി രൂപയുടെ 206 സ്കൂൾ പ്രവൃത്തികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 3 കോടി രൂപ വീതമുള്ള 7 പ്രവൃത്തികളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 254 പ്രവൃത്തികൾ ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 116 പ്രവൃത്തികൾ ടെൻഡർ ചെയ്തു കഴിഞ്ഞു. ഇനി ടെൻഡർ ചെയ്യാൻ ബാക്കിയുള്ളത് 11 മാത്രമാണ്. മറ്റ് SPVകളെല്ലാം ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ച പദ്ധതികളാണ് കില PMU ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല നിലയിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 2026 മാർച്ച് മാസത്തോടെ 190 സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ. വരും ദിവസങ്ങളിലും വിപ്ലവകരമായ അത്യാധുനികമായ വികസന മാറ്റങ്ങളാണ് കിഫ്ബി മുഖാന്തരം യാഥാർത്ഥ്യമാക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.